എന്നിട്ടെന്താ ഞാനൊന്ന് കണ്ണൂരിറ്റി അന്ന് വണ്ടിക്കാരനാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. എന്താ വളരെ ശ്രദ്ധിക്കണം സത്യ. കാരണം എന്താ പറയാ, പഴയ കാലമൊന്നല്ല. ഇപ്പൊ പൊതുവെ വിദ്യാർത്ഥികളൊക്കെ ഈ ലഹരിക്ക് അടമപ്പെട്ടേക്കാന്നാണ് പൊതുവെയുള്ള സംസാരം കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന്. ഒക്കെ ശ്രദ്ധിക്കണം. ഇവനിപ്പോ അങ്ങനെ വലിയ പ്രശ്നമില്ല, കാരണം അമ്മാതിരി കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ വളർത്തിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ധൈര്യം. പക്ഷെ ശ്രദ്ധിക്കണം. എങ്ങനെ മൂപ്പരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ, മാർക്കിന്റെ ഇതിലൊക്കെ എങ്ങനെയാണ്? മാർക്കൊക്കെ ഉണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 10 ആയതല്ലേ ഉള്ളൂ. 9 എല്ലാത്തിലും A+ ഉണ്ടോ? എല്ലാത്തിലും ഇല്ല, കണക്കിന് മോശ. അതിപ്പോ നമ്മുടെ ഒക്കെ മാതിരി തന്നെ. എന്താ കണക്കിന്റെ കാര്യം പറഞ്ഞൊക്കെ ഒരു കണക്കും കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇന്റെ ഒക്കെ സ്ഥിതി എന്തായിരുന്നു? ഈ കണക്ക് എന്ന് പറഞ്ഞ ഒറ്റ സബ്ജക്റ്റ് കാരനാണ് ഞാൻ 10ാം ക്ലാസ് തോറ്റത്. പിന്നെ 2 പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി നോക്കി, പക്ഷെ കണക്കിന് അങ്ങോട്ട് കേറൂല. ബാക്കി എല്ലാരും മാർക്കുണ്ടേ. ഈ കണക്കിലെ ഈ ഒരു കുന്ത്രാണ്ടം പിടിച്ച കുറെ സംഗതികൾ ഉണ്ടല്ലോ, ആ ജാതിയൊക്കെ പാടം അങ്ങോട്ട് വരുമ്പോ എന്റെ പിടി അങ്ങോട്ട് വീടും. കേട്ട് എഴുതാനും കിട്ടൂല. ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവണ സംഗതി അല്ലല്ലോ അതില്. അങ്ങനെ 2 പ്രാവശ്യം തോറ്റപ്പോ വാപ്പ എന്ത് ചെയ്ത്, ഒരു കുട്ട പുതിയത് വാങ്ങിയിട്ട് മുട്ട കച്ചവടത്തിനിട്ട് അങ്ങനെ മൂപ്പരുടെ കൂടെ കൂടി. അപ്പൊ ഈ കണക്കില് സ്കൂളിൽ കിട്ടിയായിരുന്നാണ് ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. എന്റെ കാര്യം പിന്നെ വ്യത്യസ്തമല്ലല്ലോ. ഞാനിപ്പോ 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഷ്ടിമുഷ്ടിയായിട്ട് പാസ്സായി പോയിരുന്നെങ്കിൽ, കാരണം ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. ശരിയാണേ, കണക്കിന് മാത്രം രസമില്ല, ഒരു രക്ഷയില്ല. അതും കൂടി എങ്ങനെയെങ്കിലും ചാടി പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒന്നും വേണ്ട, പ്യൂണായാ മതി. അതിനേ ഇതിപ്പോ വേറെ കാര്യമുണ്ട്. നമുക്ക് ആവശ്യമില്ലാച്ചാ നമുക്ക് പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവും. ഇത് ചില സാധനങ്ങൾ അങ്ങോട്ട് കേട്ടാ എന്താ ഊസാകും ലാസാകും അങ്ങനെയൊക്കെ ഉള്ള. അതേമാതിരി വേറെ സംഗതി ഉണ്ടല്ലോ സത്യ, ഈ ചക്കക്കുരുമ്മ വല വീണ മാതിരി ഒരു ഇതുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അതിന് പറയൂലേ? തീറ്റ. അതന്നെ, കോഴിത്തീറ്റ. കോഴിത്തീറ്റ അല്ല, എന്താ? കോസ്തീറ്റ. ഒരു ഉപയോഗമില്ലാതാണ്. എന്തിനാണ് അത് പഠിച്ചേക്കണെന്നുള്ള ഇപ്പോഴും പൊരുത്തം കിട്ടിയിട്ടില്ല. ആ കോസ്തീറ്റ പറഞ്ഞ ആ സാധനത്തിന് ശേഷം ഉണ്ടല്ലോ, ചക്കക്കുരും കൂടി ഞാൻ തീറ്റല്ല. അത് വെറുപ്പായിക്ക് ഒരു ഉപകാരമില്ലാത്ത. അതേമാതിരി ഉണ്ടല്ലോ എയും പ്ലസും ബി ഒക്കെ എന്തൊക്കെ കൊറേ ഹാലാക്കി അങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് നാണം കെടുത്തു ഈ മാസം. കണക്ക് മാഷ് എനിക്ക് ഓർമ്മയില്ലേ? ഞാൻ എന്നിട്ട് ഇങ്ങനെ എണിച്ച് നിന്നിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ അവഹേളിക്കുക. എല്ലാ കുട്ടികൾക്കും മനസ്സിലായി, ഈ കുട്ടിക്ക് മാത്രം മനസ്സിലായില്ല. വല്ല പോത്തിനെ മേക്കാൻ പോയിക്കോറോന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് നാണം കെട്ടിട്ട് ഞാൻ തോറ്റാണ് അതിൽ. ഇവിടുത്തെ ഈ എല്ലില്ലേ, ഈ എല്ലിന്റെ മുകളിലേക്കാണ് ആ സ്കെയിൽ കൊണ്ടുള്ള വെട്ട്. വല്ലാത്തൊരു ഇത്. എന്നാ എപ്പോഴെങ്കിലും എനിക്കത് ഉപകാരപ്പെട്ടുണ്ടോ? ഒരിക്കലും ഇല്ലേ. എന്റെ ജീവിതത്തിൽ ഞാനൊക്കെ ഒരു ഇത് പഠിക്കണോര് പഠിച്ചോട്ടെ, വേണ്ടാത്തവർക്ക് ഇത് കുത്തിക്കറ്റി തോപ്പിക്കണം. എന്തിനാണ്? അതൊക്കെ ആവശ്യമുള്ളവർക്ക് പഠിപ്പിച്ചാൽ മതി. എന്റെ സത്യ കണക്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി കൂട്ടലും കഴിക്കലും കഴിക്കലൊക്കെ കഴിച്ചിട്ട് ഈ ഗുലുമാല് പിടിച്ച ഇജ്ജാതി കണക്കുകൾ ഇല്ലാച്ചണ്ടല്ലോ, നല്ല മാർക്ക് മേടിച്ച് പരീക്ഷക്ക് ജയിച്ചിട്ട് ഏതെങ്കിലും കോളേജിൽ പ്രൊഫസറിന്റെ ജോലി ചെയ്യേണ്ട ആളാണ് ഇപ്പൊ ഞാൻ ഈ കൊട്ടക്കച്ചവടം ചെയ്ത്. എനിക്ക് നമ്മുടെ ജീവിതമൊക്കെ ഈ ജാതി ഒരു കണക്കില്ലാണ്ടാക്കിയത് ഈ കണക്കാണ്. കണക്കായി പോയുള്ളൂ എന്ന് മറ്റുള്ളവർ പറഞ്ഞത്. എന്താ ഇപ്പൊ ചെയ്യണത്? സത്യ, ഈ വിവരം അറിയില്ലേ? എന്തേ നിന്റെ മോന്റെ എന്തേ എന്തെന്ന് തോന്നുന്നു, എല്ലാം കൈവിട്ട് പോയി. എന്താണ് എന്തെന്ന് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു ഇവിടെ കച്ചവടം ചെയ്തിരുന്നാ മതി. നിങ്ങളെന്താ സീബിന്റെ കഥ എഴുതുകയാണ്? നിങ്ങൾ സസ്പെൻസ് മാറ്റിയിട്ട് ഓനിപ്പോ അമ്പലം മൈതാനിയിലെ ആ ആൽത്തറയുടെ മോളില് സ്കൂളിൽ പോകാണ്ട് അവിടെ മരുന്ന് കിടക്കേന്ന്. ഇന്നൊരാളെല്ലാം എണീപ്പിച്ചിട്ട് ജണിയേക്കുന്നില്ല. എന്റെ മോനോ? മോൻ. അപ്പൊ അവരെല്ലാം പറയുന്നത് ലഹരിയല്ലാന്ന്. എനിക്ക് കഞ്ചാവാന്നാ തോന്നുന്നു. ഒന്നാര സത്യം, ഞാൻ എന്നോട് പറഞ്ഞില്ല കുട്ടിയുടെ കാര്യം നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും പറയാൻ പറ്റൂലേ. അതെ രാഘട്ടാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് കടയിടിക്കും കുറച്ച്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരാം സത്യം, ഞാനും വരാം. ഇവിടെ ഇരിക്കട്ടോ. വീടിപ്പൊന്ന് നോക്കണ്ട, ഇതൊന്നും തിന്നാനാ ഒരു നിമിഷം പോലുമില്ല.
മോനെ വിഷ്ണു, എന്താ കോയക്കാനോട് പറഞ്ഞു? അച്ഛൻ എന്നൊന്നും ചെയ്യില്ല. ഞാനല്ലേ പറഞ്ഞേ, അന്ന എന്താ അച്ഛൻ അന്ന എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ട് കൂടെ, ഞാൻ തടയൂ. ഒന്നും പറയില്ല, ഇജ്ജ് ധൈര്യമായിട്ട് പറയും. എന്താ ഇജ്ജ് കഴിച്ച് എന്തേലും തിന്നെന്തേലും ചെയ്തോ? വല്ല മിഠായിയോ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ സ്റ്റാമ്പ് പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുണ്ടായോ? പിന്നെ എന്താ എനിക്ക് തോന്നണേ? എന്താ എനിക്ക് ഉണ്ടായി? ഒന്നും തോന്നിയില്ലേ? അപ്പൊ എന്തിനാ പിന്നെ ഈ ആ അമ്പലത്തിന്റെ ആൽത്തറയിലൊക്കെ പോയി കിടന്നായി? എനിക്ക് എന്താ ഇവിടെ കിടക്കാൻ സ്ഥലമില്ലേ? അപ്പൊ അതിലെന്തോ ഒരു കാരണമില്ലേ കുട്ടിയെ? എനിക്ക് എന്തോ ഒരു കാരണം. എന്താച്ചാ പറഞ്ഞോ അല്ലേ പറയണേ? ഞങ്ങളല്ലേ ചോദിക്കണേ. കുട്ടൂസേ, ഇതിനകത്ത് വേറെ ഇനി അറവെല്ലാം ഉണ്ടോ? എവിടെയെങ്കിലും രഹസ്യ അറവെല്ലാം ഉണ്ടോ ഇതില്? ഇതിനകത്തൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കൂട്ടുകാരെന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കലുണ്ടോ? വല്ല മയങ്ങി പോണ പോലത്തെ ഇങ്ങനെ മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ബീഡിയൊക്കെ വലിക്കണ കൂട്ടുകാരുണ്ടോ? ഇവരൊന്നും അന്നൊന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല, ഇവരൊന്നും ചെയ്യൂല. ഞാൻ എവിടെയും വെച്ചോ പറഞ്ഞോ നീ. സത്യേട്ടാ, സത്യേട്ടാ, എന്താ അത് കുട്ടികളോടാണ് സംസാരിക്കണ ഒരു ധാരണ വരുന്നത്. പണ്ട് എങ്ങനെയാണ് ചോദിക്കാം നമുക്ക്. കുട്ടൂസ ഇളയച്ചൻ്റെ അടുത്ത് പറ, എവിടെ സാധനം വെച്ചിക്കണേ? മയക്കുമരുന്നേ. എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല ഒന്ന് സത്യം മിണ്ടാക്കിന്റെ സത്യ ഓൻ പറയട്ടെ. അല്ല പിന്നെ എന്തിനാണ് കുട്ടൂസ അമ്പലത്തിന്റെ അവിടെ പോയി കിടന്നത്? ക്ലാസ്സിൽ പോവാതെ അവിടെ പോയി കിടന്നത് എന്തിനാ? സ്കൂളിലേക്ക് പറഞ്ഞയച്ച നീ എന്തിനാ പിന്നെ അവിടെ ആൽത്തറയിൽ പോയി കിടന്നത്? ചോദിക്കണേ സമാനം പറ. മെല്ലെ ചോദിക്കാതെ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയൂ. നീ ചെറിയച്ഛനത് കാര്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ പറയണത് മോനെ? വന്നേ അതേ നോക്ക്, ഇജ്ജ് എന്തിനാ പേടിക്കണേ? ഇത് കോയക്കാണ്, ഇത് എന്റെ ചെറിയച്ഛനാണ്, അച്ഛനും അമ്മയൊക്കെയാണ്. ഇജ്ജ് ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഈ സമാധാനത്തിൽ ഇജ്ജ് പറഞ്ഞോ. ഇജ്ജ് പേടിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യൂല. കുട്ടിക്ക് ആരെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും തരത്തിൽ ഇടങ്ങറുണ്ടാക്കിട്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല അല്ലേ? സത്യേട്ടാ, ഈ കോയക്ക ഇതിപ്പോ ഇല്ല, ഇത് ശരിയല്ല. ഇപ്പൊ ബാഗ് ഞാൻ പരിശോധിച്ചാൽ അതിനകത്തൊന്നുമില്ല. അപ്പൊ ഇവിടെയൊക്കെ നോക്കി എവിടെയൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. SI ന്റെ ഫ്രണ്ടാ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കും. അവനോട് ചോദിക്കട്ടെ. SI വന്ന് ചോദിക്കുമ്പോ അവൻ കിളി പോലെ പറയും. നിങ്ങൾ എന്തീ പറയണത്? കൊച്ചിനെ പോലീസ് സ്റ്റേഷൻ കേട്ടാനാ? അല്ലാതെ പിന്നെ ഏടത്തി പിന്നെ നമുക്കിത് സോഴ്സ് കണ്ടുപിടിക്കണ്ടേ? ഇതൊരു വലിയ മാഫിയാണിത്. നാട്ടുകാരൊക്കെ ഇറങ്ങി എന്തൊരു മോശമാണ്. അവന് എത്ര പ്രായമുണ്ട്? മോനെ നീ എന്താന്ന് വെച്ചാ ഒന്ന് പറയടാ. ഒന്നും അറിയില്ല. സത്യേട്ടാ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അധ്യാപകർ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം സ്കൂളിൽ ചെന്ന് ഹെഡ് മാഷിനൊന്ന് കാണാം. എപ്പോഴാ പോണെന്ന് പറഞ്ഞാൽ ഞാനും വരാം. അതാണ് എന്റെ ശരി. ഇതിപ്പോ നമ്മൾ കുട്ടികളെ സ്കൂൾക്ക് വിടുന്നുണ്ട്, കുറച്ച് ഉത്തരവാദിത്തം അവർക്കും വേണ്ടേ? ഇപ്പൊ എന്താ ഉണ്ടായി, എന്താ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് ഇത് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കും. നിങ്ങൾ രണ്ടാളും ഒന്ന് ചെല്ലും. പോവാം. എന്നാലും അത് എവിടെ വെച്ച് മറിമായം